ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മീനൊക്കെ കിട്ടിയോ? എനിക്കിന്ന് ഇച്ചിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടി, 2-3 അയില. അപ്പോൾ നമുക്കിന്ന് മുളകിട്ട് കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് നിങ്ങളെയൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചു. ഞാനപ്പം ചെയ്യുക. ഞാനിത് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നുറുക്കിയെടുക്കാം. 4ആയിട്ട് മുറിക്കാൻ പറ്റും. ഈ വിലയ്ക്ക് 4ആയിട്ട് മുറിച്ചാലേ ശരിയായില്ല. അപ്പോൾ അയിലക്കറിക്ക് ആവശ്യമായ പച്ചമുളക്, കുടംപുളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അയിലക്കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 സ്പൂൺ ഓയിലാണ് ഞാൻ എടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവയിടാം. ഉലുവയിട്ട് ഒന്ന് പൊട്ടിത്തിളങ്ങുമ്പോൾ നമുക്ക് കടുകിടാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. കൂടത്തിൽ നമുക്ക് പച്ചമുളകും കൂടി ഇടാം. ഒരു കരിവേപ്പില കൂടെ. നമുക്ക് ഇളക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകുപൊടി ഇടാം. മൂത്തില്ല, മൂത്ത് വരുമ്പോൾ ഇനി നമുക്കതിന് പൊടികളൊക്കെ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളെല്ലാം ചേർത്ത് നമുക്ക് ഇളക്കാം. പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പുളി ഇടാം. പുളി ഇട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടെ അരപ്പ് മൂപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് ചാറാക്കാം. അതിലേക്ക് ആവശ്യമായ ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടെ മൂപ്പിച്ച് ഇച്ചിരി ഒന്ന് മൂത്ത് വരണം. മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നമുക്ക് ആവശ്യമായ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നമുക്ക് നല്ല ഗ്രേവിയാക്കി ആ വെള്ളം തിളച്ച് നല്ല വെന്ത് കഴിയുമ്പോഴേക്കും ഞാൻ ചൂടുവെള്ളമാണ് വെക്കുന്നത്, പച്ചവെള്ളമല്ല, ഞാൻ ചൂടുവെള്ളമാണ് വെച്ചത്. അതുകൊണ്ട് ഉപ്പും പുളിയും എല്ലാം ഗ്രേവിയിൽ ഇറങ്ങി നല്ലതായിട്ട് തിളച്ച് ഒരുവിധം എല്ലായിടത്തും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അയലയിട്ട് കൊടുക്കാം. അയല നന്നായിട്ട് തിളച്ച് വെന്ത് എല്ലായിടും നല്ല മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടിയൊക്കെ തുറന്ന് നോക്കി കറി വെന്തോന്നൊക്കെ നോക്കാം. ഗ്രേവിയൊക്കെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരിയും കൂടി ഒന്ന് കുറുങ്ങുന്ന വരെ നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അയല പറ്റി കുറുകി പുളിയൊക്കെ പിടിച്ചോന്ന് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അയലക്കറി റെഡിയായി. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇരുന്ന് പിടിച്ച് അപ്പം നമ്മുടെ അയലക്കറി എല്ലാം റെഡിയായി. അപ്പം നല്ല സ്വാദുള്ള നല്ല മുളകിട്ട അയലക്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.